പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് പവിത്രയുടെ കയ്യിൽ നിന്ന് ഡിസൈനൊക്കെ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫണ്ടാസ്റ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ വരച്ചുകൊണ്ട് വന്നത്, അപ്പോൾ കുറച്ച് വഴക്ക് പറഞ്ഞപ്പോൾ നിൻ്റെ കഴിവൊക്കെ പുറത്ത് വന്നോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ പവിത്രേനെ ഇവിടെ നിയമിച്ചത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ഇവിടുത്തെ സീനിയർ മാനേജർ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളെ പുതിയതായിട്ട് ജോലിക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞയച്ചാൽ മുകളിൽ നിന്ന് ചോദ്യം വരും, നിങ്ങളൊക്കെ ഭയക്കുന്ന മൂർത്തി സാറിൻ്റെ അടുത്ത് നിന്ന്, അപ്പോൾ അതിനുള്ള നല്ല സ്റ്റാഫിനെ നോക്കി എടുത്തുവിടായിരുന്നു എന്നൊക്കെ മുത്തശ്ശി എന്നോട് ചോദിക്കും. എന്തായാലും ഇപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് ക്ലയൻസിന് ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് ഞാൻ എങ്ങനെയായാലും ഉപയോഗപ്പെടുത്തും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇവിടെ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടികളുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ പവിത്രയ്ക്കും കൂടെ അതിൻ്റെ ഗുണം ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഒരു ലാഭത്തിൻ്റെ ഒരു ചെറിയൊരു പങ്ക് പവിത്രയ്ക്കും കൂടെ കൊടുക്കുന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദർശ് ഇങ്ങനെ ക്ലയൻസിനെ കാണിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ PA വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ ക്ലയൻസ് വെയിറ്റ് ചെയ്യാണെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ഡിസൈനൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പവിത്രേനോട് ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതല്ല നയന അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയാണെങ്കിലും പവിത്രയുടെ അടുത്തുള്ള സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും പവിത്ര അവിടെ വന്നിട്ട് നയനയോട് ഇങ്ങനെ നയനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. സാറ് നല്ല അഭിപ്രായമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് പവിത്രയ്ക്ക് ഒരു ഗുണം ഉണ്ടായല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് സാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായി. ഇനിയിപ്പോൾ സാർ എന്തെങ്കിലും വർക്ക് തരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത്രയും സാറ് പ്രതീക്ഷിക്കില്ല, അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ നയനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ എപ്പോഴും അങ്ങനെ സഹായിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, ചെറിയ ടിപ്സൊക്കെ ഞാൻ തരാമെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ ഡിസൈനൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, കുറച്ച് സമയം എടുത്തെങ്കിലും നല്ല ഡിസൈനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവർ ഡിസൈൻ കാണിച്ചു തന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർ പിന്നെ എന്നോട് ചോദിക്കാതെയാണ് നിങ്ങൾക്കത് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ്. ഇവിടുത്തെ പുതിയൊരു സ്റ്റാഫിനെ വെച്ചതാണ്, ഡിസൈനറെ വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും നല്ല റിസൾട്ട് തന്നെ കിട്ടിയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊരു വർക്കും മൂർത്തീസ് ജ്വല്ലറീസിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഞാനാണെങ്കിലും എനിക്കിങ്ങനെ നല്ല സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ ഇങ്ങനെ ക്ലയൻസിനെ ഡിസൈൻ കാണിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശാണെങ്കിലും. പിന്നീട് അവർ ദുബായിൽ ഇങ്ങനെ പുതിയ ഷോറൂം തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സഹായമൊക്കെ എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പവിത്രേനോടാണെങ്കിലും നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാനാണിത് വരച്ചതെന്നൊന്നും ആദർശേട്ടനോട് പറയാൻ നിൽക്കണ്ടെന്ന് പറയാണ്, അതിൻ്റെ ക്രെഡിറ്റ് പവിത്രയ്ക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ പവിത്രയാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരാ ഇതൊക്കെ പറയാൻ പോകുന്നത്, എൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പവിത്ര ഇങ്ങനെ ആലോചിക്കുന്നത് കാണുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയും. ഇനിയിപ്പോൾ സാർ എന്തെങ്കിലും വർക്ക് പറഞ്ഞാൽ എനിക്ക് മാഡത്തിൻ്റെ സഹായം ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ആദർശിൻ്റെ PA വന്നിട്ട് പവിത്രേനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറയാനുണ്ട്. അപ്പോൾ പവിത്രയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ PAനോട് ചോദിക്കുന്നുണ്ട്, ക്ലയൻസ് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയില്ല, എനിക്ക് അതൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല, എന്നോട് സാറ് പവിത്രേനെ വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പവിത്രയുടെ ടെൻഷൻ കൊണ്ടല്ലേ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരു റൂൾസ് ഉണ്ട് മാഡം, അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയണം. അപ്പോൾ പവിത്ര അവിടെ നിന്ന് പോകുന്ന സമയത്ത് PAനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നയനിയാണെങ്കിലും അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് PA പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് പവിത്ര അവിടെ ക്ലയൻസിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ പവിത്ര വരച്ചിട്ടുള്ള ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല, പിന്നെ എന്നോട് ചോദിക്കാതെയാണ് ഡിസൈനൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ പവിത്രനെ നിലത്തിരുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, നിലത്ത് നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ പവിത്രയാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ മനസ്സിലൊരു ഡിസൈൻ സങ്കല്പിക്കും, എന്നിട്ടാണ് അത് പേപ്പറിലേക്ക് പകർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും പവിത്രേനെ കുറിച്ച് അവരോട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പവിത്രേനെ അവിടെ നിന്ന് പറഞ്ഞയക്കും കേട്ടോ. അതിനുശേഷം നയനേൻ്റെ അടുത്ത് വന്നിട്ട് പവിത്ര ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും വർക്ക് തരുന്ന സമയത്തായിരിക്കും ഞാൻ പെട്ടുപോകുന്നത്, ഇടയ്ക്ക് എന്നെ മാഡം സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വന്നതുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിലേക്ക് എല്ലാവരും പോയതുകൊണ്ട് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല, എപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഡിസൈനൊക്കെ വരയ്ക്കാനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടായതുകൊണ്ട് അതൊക്കെ അയച്ച് എനിക്ക് തരാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പവിത്ര പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നീട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആദർശ് അവിടേക്ക് വന്നിട്ട് പവിത്രനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. കമ്പനീനെ രക്ഷിച്ചതിന് താങ്ക്സ് എന്നൊക്കെ പറയാണ്. പിന്നീട് നയനയോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇടയ്ക്ക് എന്തോ പേപ്പറിൽ വരച്ചുകൊണ്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിനോട് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അത് ആദർശമായിട്ടൊന്നും നോക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന്. അപ്പം അത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നീ പവിത്രയുടെ അടുത്ത് ഇങ്ങനെ ഗുരുദക്ഷിണ കൊടുത്തിട്ട് ഇങ്ങനെ ഡിസൈനിങ് പഠിച്ചോ, എന്നാലും നീ പഠിക്കാനൊന്നും പോണില്ല, നിനക്ക് പറ്റിയ പണിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പുച്ഛിക്കൊക്കെ ചെയ്യും കേട്ടോ. പിന്നീട് പവിത്രേനോടാണെങ്കിലും പറയുന്നുണ്ട്, ഇവള് പറയുന്നൊന്നും അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട, ഇവള് ചിലപ്പോൾ അങ്ങനെ വലിയ ഡിസൈനറാണെന്നൊക്കെ പറഞ്ഞു വരും, ഇവൾക്ക് അത്യാവശ്യം അടുക്കളപ്പണി അതുപോലെ തന്നെ മുറ്റത്ത് കോല ഇടാനൊക്കെ അറിയും, അത് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ വലിയ കഴിവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങനെ പവിത്രേന്റെ മുന്നിൽ കുറച്ച് കൊച്ചാക്കിയിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, കണ്ടല്ലോ ഇതാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ കഴിവ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല, പക്ഷെ സാരില്ല, അദ്ദേഹം ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുവരെ ഞാൻ കാത്തിരിക്കാനും തയ്യാറാണെന്ന് പറയണം. അപ്പോൾ പവിത്രയാണെങ്കിലും ആദർശ് അത് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇത് കേട്ടിട്ട് എനിക്ക് സങ്കടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് അതിന് ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനും കനകയും കൂടെ നന്ദുവിൻ്റെ സ്റ്റേഷനിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും SIനെ കാണുന്നുണ്ട്. അപ്പോൾ SI പറയുന്നത്, എന്നെ കണ്ട് കരഞ്ഞ് കാലി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കേസ് കൊടുത്തിട്ടുള്ള പയ്യൻ്റെ വീട്ടുകാരെ ചെന്ന് കാണ്, ചിലപ്പോൾ നിങ്ങളുടെ കരച്ചിൽ കണ്ട് അവർ ചിലപ്പോൾ കേസ് പിൻവലിച്ചേക്കെന്ന് പറയാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ മുകളിലുള്ള ആരെങ്കിലും പിടിക്കുക, അവർ നല്ല മുകളിലാണ് പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കനകയാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യുക, നമുക്ക് ആദർശമോനെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ പറയണം. അതൊന്നും വേണ്ട ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ വലിയ നാണക്കേടാണ്, അല്ലെങ്കിലും നമ്മുടെ കുടുംബം മോശമാണെന്നാണ് അവരൊക്കെ പറയുന്നത്, അത് വേണ്ടാന്ന് പറയാണ്. പിന്നീട് നയനിയാണെങ്കിലും ആദർശിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചിലരുണ്ട് വീട്ടിലെ ടെൻഷൻ ഓഫീസിലേക്കും ഓഫീസിലെ ടെൻഷൻ വീട്ടിലേക്കും ഒക്കെ കൊണ്ടുവരുന്നവര്, അങ്ങനെയൊന്നും ആവരുത് എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, ഓഫീസിലെ സ്റ്റാഫ് ആയാലും അവരോട് ഇങ്ങനെയൊന്നും ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് പറയരുത്, അപ്പോൾ അവരുടെ ഉള്ള കോൺഫിഡൻസിന് പോകുമെന്ന് പറയാണ്. അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായില്ലേ, ഇവിടെ ഇപ്പോൾ കോടികളുടെ അങ്ങനെ ബിസിനസ്സാണ് നടന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ പവിത്ര ഇങ്ങനെ നന്നായിട്ട് വരച്ചു കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ ആദർശ് പറയുന്നത്. അപ്പോൾ പവിത്ര അങ്ങനെ വരച്ചു കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണെന്നൊക്കെ ഇങ്ങനെ നയന പറയാണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ എന്താണെന്ന് ഇങ്ങനെ ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചൂടായ സമയത്തും അപ്പോൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പവിത്ര അവിടെ നിന്നിട്ട്. അപ്പോൾ പവിത്ര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുമ്പിള്ള എല്ലാം ഇപ്പൊ തുറന്നു പറയുമെന്നുള്ളൊരു പേടിയിലാണ് കേട്ടോ പവിത്ര അവിടെ നിൽക്കുന്നത്. അല്ല, നിങ്ങളിങ്ങനെ പവിത്രനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോഴും ഞാനാണ് പവിത്രയ്ക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്തത്, ഇങ്ങനെ സംസാരിച്ച് എല്ലാം ശരിയാക്കിയത്, ഇനിയിപ്പോൾ ജോലി പോയാലും വേണ്ടിയില്ല, പവിത്ര നന്നായിട്ട് ശ്രമിക്കുന്നെന്ന് പറഞ്ഞിട്ട് നല്ല കോൺഫിഡൻസ് കൊടുത്തത് ഞാനാണെന്ന് പറയണം. അപ്പോൾ എന്തായാലും പിന്നീട് ഭാഗ്യം രക്ഷപ്പെട്ടു, എന്തായാലും പറഞ്ഞില്ല എന്നിങ്ങനെ പവിത്ര വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പവിത്ര ഡിസൈൻ വരച്ചതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നീ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ ആരുടെയും ഇങ്ങനെ ക്രെഡിറ്റ് ഒന്നും തട്ടിയെടുക്കാറൊന്നുമില്ല, ഇനിയിപ്പോൾ അത് കൂടുതൽ സംസാരിക്കാനും എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് എന്തായാലും ഇപ്പോൾ ഇവിടെ കോടികളുടെ ബിസിനസ് നടന്നല്ലോ, ഇന്നിപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ഞാൻ വന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു നേട്ടം ഇവിടെ ഉണ്ടായതെന്ന് അങ്ങ് സമ്മതിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അതെങ്കിലും സമ്മതിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നെ നിങ്ങൾ അംഗീകരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നയനയാണെങ്കിലും പറയുന്നുണ്ട്, ചില ഭർത്താക്കന്മാരുണ്ട് ഇങ്ങനെ ഭാര്യമാരുടെ കഴിവ് ഒന്നും അംഗീകരിച്ചു കൊടുക്കില്ല, അവരെ പറഞ്ഞ് തിരുത്താനൊന്നും പറ്റില്ല, ഇന്ന് എന്തായാലും ഇവിടെ ഇതെങ്ങനെ ഒരു കൊടികളുടെ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പങ്ക് എനിക്കും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നയന അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യമുണ്ട്, അവൾക്ക് എന്തോ ഒരു നല്ലൊരു രാശിയുണ്ട്, അതുകൊണ്ടാണ് ഇവൾ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് ഓർഡറുകളും അങ്ങനെ എല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ആദർശ് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഞാനിങ്ങനെ മുഖത്തടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വേണ്ട, അവളുടെ നാക്കിന് ഇത്തിരി നീളം കൂടുതലാണെന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്